1730 മലാക്കി എഴുതിയ സംഭവ സംക്ഷേപമാണ് സിഎൻഎയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ പ്രധാന രേഖയായി കണക്കാക്കപ്പെടുന്നത്. ഓഗസ്റ്റ് 14 കൊള്ളക്കാർ സിഎൻഎയിലെ സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൽ പ്രവേശിക്കുകയും കൂദാശ ചെയ്ത 351 തിരുവോസ്തികൾ അടങ്ങിയ സിബോറിയം മോഷ്ടിക്കുകയും ചെയ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 17 പ്രൊവൻഗാനോയിലെ സാന്താ മരിയ ദേവാലയത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ വലിയ പ്രകാശം കണ്ട് നോക്കിയപ്പോൾ ചെളിയും പൊടിയും പുരണ്ട നിലയിൽ ഈ 351 തിരുവോസ്തികളും അതേ നിലയിൽ കണ്ടെത്തുകയുണ്ടായി. തിരുവോസ്തികൾ വീണ്ടു കിട്ടിയത് ആഘോഷിച്ച് വിശ്വാസികൾ അവ പ്രദക്ഷിണമായി സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൽ തിരികെ എത്തിച്ചു. ഈ തിരുവോസ്തികൾ സക്രാരിയിൽ തന്നെ സൂക്ഷിക്കുകയും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും തിരുവോസ്തികൾ യാതൊരു മാറ്റവുമില്ലാതെ കണ്ടെത്തുകയും ചെയ്തു. വിവിധ വ്യക്തികൾ വ്യത്യസ്തങ്ങളായ വിധേന അനേകം പ്രാവശ്യം അവയിൽ പരീക്ഷണങ്ങൾ നടത്തി. എല്ലാ പരീക്ഷണങ്ങളുടെയും അന്തിമഫലം ഒന്ന് തന്നെയായിരുന്നു. തിരുവോസ്തികൾ പുതുമ നഷ്ടപ്പെടാതെയും കേടുപറ്റാതെയും ജീർണിക്കാതെയും രാസവസ്തുക്കളുടെ മായം ചേർക്കലില്ലാതെ ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നു. തുടർന്ന് വിശദമായ പഠനത്തിനായി ആർച്ച് ബിഷപ്പ് തിബേരിയോ ബോർഗേസ് മോഷണത്തിന് വിധേയമായവയും കൂദാശ ചെയ്യപ്പെട്ടതുമായ തിരുവോസ്തികൾ ഒരു പാത്രത്തിലാക്കി അടച്ച് മുദ്രവെച്ചു. ഒപ്പം കൂദാശ ചെയ്യാത്ത കുറച്ച് ഓസ്തികൾ മറ്റൊരു പാത്രത്തിൽ അടച്ച് മുദ്രവെച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ ചുമതല ഭരമേൽപ്പിക്കപ്പെട്ട സയന്റിഫിക് കമ്മീഷൻ മുദ്രവച്ച പാത്രങ്ങൾ തുറന്നപ്പോൾ കൂദാശ ചെയ്യാത്ത ഓസ്തികളെല്ലാം നശിച്ച് പുഴുക്കളാൽ നിറഞ്ഞ് ജീർണിച്ച അവസ്ഥയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. എന്നാൽ വീണ്ടുകിട്ടിയ കൂദാശ ചെയ്ത തിരുവോസ്തികൾ ജീർണതയുടെ ഒരു ചെറിയ അടയാളം പോലുമില്ലാതെ കേടുപാടുകളില്ലാതെ പുതുമയോടെ നിലകൊണ്ടു. 1914 സുപ്രസിദ്ധ പ്രൊഫസർ സിറോ ഗ്രിമാൽഡി ഉൾപ്പെടുന്ന ആരോഗ്യ രസതന്ത്ര വൈദ്യശാസ്ത്ര ഔഷധ രംഗങ്ങളിലെ വിദഗ്ധർ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പിയൂസ് 10 പാപ്പ തിരുവോസ്തികൾ യാതൊരു കേടും സംഭവിക്കാതെ നിലനിൽക്കുന്നതായി പ്രഖ്യാപിച്ചു. ഗവേഷണങ്ങളുടെ അന്തിമ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. 1730 പുളിപ്പില്ലാത്ത അപ്പത്തിൽ നിന്ന് ഉണ്ടാക്കിയ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തികൾ കേടില്ലാതെ സമഗ്രമായി സിഎൻഎയിൽ ഇന്നും നിലകൊള്ളുകയാണ്. ജൈവവസ്തുക്കളെ സംബന്ധിച്ച പ്രകൃതി നിയമങ്ങൾക്ക് നേർ വിപരീതമായി അനന്യവും വിചിത്രവും അസാധാരണവും അത്ഭുതാവഹവും ശുഷ്കാന്തി ജനിപ്പിക്കുന്നതുമായ പ്രതിഭാസമായി പ്രസ്തുത സംഭവം ശേഷിക്കുന്നു. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഇത് അനിതര സാധാരണ വസ്തുതയാണ്. 1922 വീണ്ടും പല പരീക്ഷണങ്ങൾ നടത്തി. 1950-51 ഈ തിരുവോസ്തികൾ ഒരു ക്രിസ്റ്റൽ സിലിണ്ടറിൽ മാറ്റി സ്ഥാപിച്ചു. 1980 സെപ്റ്റംബർ 14 സിയന്ന സന്ദർശിച്ച വേളയിൽ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇത് കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യമാണ്. മോഷ്ടിക്കപ്പെട്ട തിരുവോസ്തികൾ വീണ്ടുകിട്ടിയതിന്റെ അനുസ്മരണാർത്ഥം എല്ലാ വർഷവും ഓഗസ്റ്റ് 17 പ്രത്യേക ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടത്തിവരുന്നു. എൻറിക്കോ മേദി എന്ന ശാസ്ത്രജ്ഞൻ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തെപ്പറ്റി ഇപ്രകാരം പ്രസ്താവിച്ചു: ഈ അത്ഭുതം ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ്. നൂറ്റാണ്ടുകളായി തുടരുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഈ അത്ഭുതം വിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിന്റെ സ്ഥിര സാന്നിധ്യത്തിനുള്ള അടയാളമായി നിലകൊള്ളുന്നു. പരിശുദ്ധരിൽ പരിശുദ്ധനായവന്റെ തിരുശരീര രക്തങ്ങൾ സിഎൻഎയിൽ പ്രകൃതി സഹജമായ പ്രതിഭാസങ്ങൾക്ക് അതീതമായി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ജീർണതയുടെ യാതൊരു ലക്ഷണവുമില്ലാതെ നിലകൊള്ളുന്നതിൽ നിന്ന് മനസ്സിലാക്കുക. ലോകമെങ്ങുമുള്ള അൾത്താരകളിൽ അനുദിനം മുറിയപ്പെടുന്നത് നമ്മുടെ ജീവനുള്ള ദൈവമാണ് എന്ന്, യുഗാന്ത്യത്തോളം നമ്മെ പിരിയാതെ കൂടെയുള്ള യേശുവിന്റെ സജീവ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന എന്ന്.